ഹലോ. വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സാധനമാണ് കേട്ടോ അത് പിണ്ടി. ഇതന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തോരൻ വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അത് വട്ടത്തിലരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുക്കുമ്പോഴത്തേനും അതിനകത്ത് നാര് പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കഴിക്കുമ്പോൾ അത് വായിൽ കുടുങ്ങണ്ട. അപ്പോൾ അത് പയ്യെ നമുക്ക് ഇങ്ങനെയാണത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചുറ്റിയെടുത്ത് അത് കളയാം. എന്നിട്ട് ആ വട്ടത്തിൽ അരിഞ്ഞെടുത്തത് ഇങ്ങനെ അടുക്കിയെടുത്തിട്ട് ഓരോ കീന്തിട്ട് കൊടുത്തിട്ട് നല്ല കുനുകുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ തന്നെ ഇത് ജ്യൂസ് എടുത്ത് കഴിക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പയറിട്ടത് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ പയറൊന്ന് വേവാകുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ആ പിണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പയറൊന്ന് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവണം, പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുക. ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ അതിലേക്ക് ഒരു 3-4 പീസ് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ചതച്ചിട്ട് നമ്മളൊരു 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ, ഒരുപാട് അരഞ്ഞു പോകണ്ട. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പിണ്ടി ഇതേ വെന്തിട്ടുണ്ട്, പയറും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചുവന്നുള്ളിയും അതുകൊണ്ടൊക്കെ തന്നെ മുളകും കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട ഇത് നമ്മളെ സാമ്പാർ, വറുത്തരച്ച് സാമ്പാർ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മൈസൂർ ദാളാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി എണ്ണ ഒഴിക്കുന്നുണ്ട്, കാര്യം എന്ന് വെച്ചാൽ പതഞ്ഞ് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇട്ടിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് നല്ല കണക്ക് ആ വെളുത്തുള്ളിയൊക്കെ വെന്ത് ഉടഞ്ഞ് അതിൽ പരുവായിട്ടുണ്ട്. തക്കാളിയും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കഷ്ണങ്ങൾ, ഇപ്പം ഞാനിതിൽ കത്തിരിക്കയും ഒരു ചെറിയ പടവളങ്ങ കഷ്ണം പിന്നെ അതിനകത്ത് കിഴങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയ മത്തങ്ങ കഷ്ണവും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി ചൂടാകുമ്പം അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 സ്പൂൺ കടലപ്പരിപ്പും 1 സ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങയും ഇട്ട് കൊടുത്ത് അതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ട് അത് നല്ലപോലെ ഈ ഒരു പരുവത്തിന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കായപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല കണക്കൊന്ന് കുറുകി വരുമ്പോഴത്തേനും കടുക് വറുത്തൊഴിക്കുകയാണ്, കറിവേപ്പിലയും ചുവന്ന മുളകും. പിന്നെ അതാ ചോറ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പിണ്ടിത്തോരൻ. അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വറുത്തരച്ച സാമ്പാർ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ കാച്ചിയതാണ് കേട്ടോ, തലയിൽ പുരട്ടാൻ വേണ്ടിയിട്ട്. നീലയാമരിയൊക്കെ ഇട്ടിട്ട് കറ്റാർവാഴയൊക്കെ ഇട്ടാണ് എത്തിയ എണ്ണ കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.